എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? സ്വാമി വിവേകാനന്ദൻ. സ്വാതന്ത്ര്യ സമരം നയിച്ച ഏതാനും നേതാക്കളുടെ പേരുകൾ ചുവടെ നൽകുന്നു. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ബാലഗംഗാധര തിലകൻ. കോൺഗ്രസിലെ മിതവാദി നേതാക്കൾ ആരെല്ലാം? സ്വാതന്ത്ര്യ സമരം നയിച്ച ഏതാനും നേതാക്കളുടെ പേരുകൾ ചുവടെ നൽകുന്നു. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ബാലഗംഗാധര തിലകൻ. ഇവരിൽ കോൺഗ്രസിലെ മിതവാദി നേതാക്കൾ ആരെല്ലാം? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി. ഇവരാണ് കോൺഗ്രസിലെ മിതവാദി നേതാക്കൾ. ബാലഗംഗാധര തിലകൻ വരില്ല, അദ്ദേഹം തീവ്രവാദി വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ? 1, 2, 3. സി ആണ് ആൻസർ. 1905 ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആര്? 1905 ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആര്? കഴ്സൺ പ്രഭു. ബാലഗംഗാധര തിലകിനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ബാലഗംഗാധര തിലകിനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലോകമാന്യ എന്നറിയപ്പെട്ടു. ഇത് ശരിയാണ്, ലോകമാന്യ എന്ന് അറിയപ്പെട്ടു. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും, ഇങ്ങനെ പ്രഖ്യാപിച്ചു. ശരിയാണ്. ബ്രിട്ടീഷ് ഭരണരീതികളെ അനുകൂലിച്ചു. ഇത് ശരിയാണോ? അല്ല, ബ്രിട്ടീഷ് ഭരണരീതികളെ അനുകൂലിച്ചില്ല. മറാത്ത കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. ഇത് ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവന സി, ബ്രിട്ടീഷ് ഭരണരീതികളെ അനുകൂലിച്ചു. ശരിയായ പ്രസ്താവനകൾ ലോകമാന്യ എന്നറിയപ്പെട്ടു, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും, ഇങ്ങനെ പ്രഖ്യാപിച്ചു, മറാത്ത കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. ഇന്ത്യക്കാരെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം ഏത്? ഇന്ത്യക്കാരെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം റൗലറ്റ് നിയമം. ഒന്നുകൂടി നോക്കാം. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. സ്വാതന്ത്ര്യ സമരം നയിച്ച ഏതാനും നേതാക്കളുടെ പേരുകൾ ചുവടെ നൽകുന്നു. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ബാലഗംഗാധര തിലകൻ. കോൺഗ്രസിലെ മിതവാദി നേതാക്കൾ ആരെല്ലാം? 1, 2, 3. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി. 1905 ബംഗാളിനെ വിഭജിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആര്? കഴ്സൺ പ്രഭു. ബാലഗംഗാധര തിലകിനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ബ്രിട്ടീഷ് ഭരണരീതികളെ അനുകൂലിച്ചു. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ലോകമാന്യ എന്നറിയപ്പെട്ടു, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും, ഇങ്ങനെ പ്രഖ്യാപിച്ചു, മറാത്ത കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചു. ഇന്ത്യക്കാരെ വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ നിയമം റൗലറ്റ് നിയമം. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട സൈനിക നടപടിയിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കിയ പ്രദേശം ഏത്? ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട സൈനിക നടപടിയിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കിയ പ്രദേശം ഗോവയാണ്. ചൈനയുമായുള്ള പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണാധികാരി ആര്? ചൈനയുമായുള്ള പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണാധികാരി ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പിയായി അറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പിയായി അറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ വിവിധ പ്രക്ഷോഭങ്ങൾ, നടന്ന വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. വൈക്കം സത്യാഗ്രഹം 1924-25, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32, വൈദ്യുതി സമരം 1936, പുന്നപ്ര വയലാർ സമരം 1946. ശരിയായ ജോഡികൾ ഏതെല്ലാം? വൈക്കം സത്യാഗ്രഹം 1924-25 ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 ശരിയാണ്. വൈദ്യുതി സമരം 1936 ശരിയാണ്. പുന്നപ്ര വയലാർ സമരം 1946 ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്നതാണ് ശരിയായ ആൻസർ. ഏത് ക്ഷേത്ര പരിസരത്തെ അസ്പൃശ്യതയ്ക്കെതിരെ നടന്നതാണ് കുട്ടംകുളം സമരം?
ഏത് ക്ഷേത്ര പരിസരത്തെ അസ്പൃശ്യതയ്ക്കെതിരെ നടന്നതാണ് കുട്ടംകുളം സമരം? കൂടൽമാണിക്യം ക്ഷേത്രം. കൂടൽമാണിക്യം ക്ഷേത്രം. ഒന്നുകൂടി. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട സൈനിക നടപടിയിലൂടെ ഇന്ത്യയുടെ ഭാഗമാക്കിയ പ്രദേശം ഗോവ. ചൈനയുമായുള്ള പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ ഭരണാധികാരി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയായി അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ വിവിധ പ്രക്ഷോഭങ്ങൾ നടന്ന വർഷങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ: വൈക്കം സത്യാഗ്രഹം 1924-25, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32, വൈദ്യുതി സമരം 1936, പുന്നപ്ര വയലാർ സമരം 1946 എല്ലാം ശരിയാണ്. ഏത് ക്ഷേത്ര പരിസരത്തെ അസ്പൃശ്യതയ്ക്കെതിരെ നടന്നതാണ് കുട്ടംകുളം സമരം? കൂടൽമാണിക്യം ക്ഷേത്രം. കേരളത്തിൽ നടന്ന ഏത് സമരത്തിന്റെ ഭാഗമായി ഉയർന്നുകേട്ട ഗാനമാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി? കേരളത്തിൽ നടന്ന ഏത് സമരത്തിന്റെ ഭാഗമായി ഉയർന്നുകേട്ട ഗാനമാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി? ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം. കുറിച്യലഹളയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പ്രദേശമേത്? കുറിച്യലഹളയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പ്രദേശമേത്? വയനാടൻ കാടുകൾ. വയനാടൻ കാടുകൾ. ഏത് പ്രസ്ഥാനത്തിന്റെ മുൻഗാമിയായി അറിയപ്പെടുന്നതാണ് വാവോട്ടു യോഗം? ഏത് പ്രസ്ഥാനത്തിന്റെ മുൻഗാമിയായി അറിയപ്പെടുന്നതാണ് വാവോട്ടു യോഗം? SNDP യോഗം. SNDP യോഗം. ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പര്യവേക്ഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പര്യവേക്ഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. ഏതൊക്കെയാണ്? 2, 3, 4. 2, 3, 4 സി ആണ് ആൻസർ. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏത്? ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലമേത്? കുലശേഖര പട്ടണം. കുലശേഖര പട്ടണം. കേരളത്തിൽ നടന്ന ഏത് സമരത്തിന്റെ ഭാഗമായി ഉയർന്നുകേട്ട ഗാനമാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി? ഉപ്പ് സത്യാഗ്രഹം. കുറിച്യലഹളയുടെ പ്രധാന കേന്ദ്രമായിരുന്ന പ്രദേശമേത്? വയനാടൻ കാടുകൾ. ഏത് പ്രസ്ഥാനത്തിന്റെ മുൻഗാമിയായി അറിയപ്പെടുന്നതാണ് വാവൂട്ടു യോഗം? SNDP യോഗം. ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ച പര്യവേക്ഷണ കേന്ദ്രങ്ങൾ ഏതെല്ലാം? ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. 2, 3, 4. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലമേത്? കുലശേഖര പട്ടണം. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.